എല്ലാവർക്കും നീതാക്കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കാഷ്നട്ട് കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി 200 ഗ്രാം കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താനിടണം. ഇത് കറി വയ്ക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതിടാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 4 വെളുത്തുള്ളി അരിഞ്ഞതും 4 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് വഴറ്റാം. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് കാഷ്നട്ട് ഒന്ന് 2ആയി പൊളിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ പൊളിച്ചെടുക്കാൻ സുഖമാണ്. ഈ അണ്ടിക്കറി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് പച്ചണ്ടി കീറി ഉണ്ടാക്കണതാണ്. പച്ചണ്ടി ഒന്നും ഇവിടെ കിട്ടാനില്ല, ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടാം. ഇനി അത് തീ കുറച്ച് വെച്ച് ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോണ വരെ ഒന്ന് ഇളക്കണം. മല്ലിപ്പൊടി കരിയൊന്നും ചെയ്യരുത്. മല്ലിപ്പൊടി കരിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. തക്കാളി ഇട്ടതിന് ശേഷം അതൊന്ന് ഇളക്കി കൂട്ടി മൂടിയിരിക്കാം. പിന്നെ ഈ ചാനൽ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊളിച്ച് വെച്ചിട്ടുള്ള കാഷ്നട്ട് ഇടാം. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി മൂടിയിട്ട് വേവിക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ട് വേവിക്കാം. ഇനി ഇത് വേവുമ്പോഴേക്കും ഇതിലേക്കുള്ള നാളികേരം വറുത്തെടുക്കുക. വറുക്കാനുള്ള ചീഞ്ചട്ടിയെടുത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നാളികേരവും 5 ചെറിയുള്ളിയും 3/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വറുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ചെറുതീയിലിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ വറവൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് ചൂടാറുമ്പോൾ അരച്ചെടുക്കാം. ഇനി കറി ഒന്ന് തുറന്നു നോക്കാം. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരു അണ്ടിപ്പരിപ്പ് എടുത്ത് പൊട്ടിച്ച് നോക്കിയാൽ അറിയാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊഴിക്കാം. മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി ഒഴിക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പിട്ടുണ്ടായില്ല, അപ്പോൾ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. കുക്കറിൽ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് വയ്ക്കാം. എന്നിട്ട് 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം നല്ലപോലെ പിഴിഞ്ഞ് 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഇതിൽ ഉപ്പും പുളിയൊക്കെ നോക്കി പാകത്തിനിടാം. ഇപ്പോൾ ഇത് നല്ലപോലെ വെളിച്ചെണ്ണയൊക്കെ തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി കാച്ചി ഒഴിക്കാം. അതിനുവേണ്ടി ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതരിയാം.
ഇനി ചീഞ്ഞട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ അരിഞ്ഞ ഉള്ളി ഇടാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി ഈ മൂപ്പിച്ച ഉള്ളി കറിയിലേക്ക് ഒഴിക്കാം. കറി ചട്ടിയിൽ വെക്കുമ്പോൾ ചട്ടിയിൽ ഇരുന്നൊന്ന് വറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ചാറ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓഫ് ചെയ്യണം. ഞാനിത് കുറുകിയ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. ചപ്പാത്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് എടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള കറീനെ കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇത് പ്ലേറ്റിലേക്ക് പകർത്തി ഉപയോഗിക്കാം.